പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച കമ്പ്യൂട്ടറിന്റെയും സ്കൂൾ പാർലമെന്ററി ലിറ്ററസി ക്ലബിന്റെയും ഉദ്ഘാടനം തിങ്കളാഴ്ച നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന ചടങ്ങിൽ ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി രൂപീകരിച്ച സ്കൂൾ ജാഗ്രതാ സമിതിയുടെ ഉദ്ഘാടനവും നടന്നു. കമ്പ്യൂട്ടറിന്റെ ഉദ്ഘാടനം പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു നിർവഹിച്ചു. PTA പ്രസിഡന്റ് R. രാജകുമാർ അധ്യക്ഷനായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ KN ഗോപകുമാർ സ്വാഗതം പറഞ്ഞു. വരും സാമ്പത്തിക വർഷം സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി 1 കോടി രൂപ അനുവദിക്കുമെന്ന് MLA ചടങ്ങിൽ പ്രഖ്യാപിച്ചു. പാർലമെന്ററി ലിറ്ററസി ക്ലബിന്റെ ഉദ്ഘാടനം നഗരസഭാ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മധുകുമാർ നിർവഹിച്ചു. ജനമൈത്രി സ്കൂൾ ജാഗ്രതാ സമിതിയുടെ ഉദ്ഘാടനം ജനമൈത്രി ബീറ്റ് ഓഫീസർ സർക്കിൾ ഇൻസ്പെക്ടർ R. വിജയൻ നിർവഹിച്ചു. ജാഗ്രതാ സമിതിയുടെ ഭാഗമായി സ്കൂളിൽ പരാതിപ്പെട്ടി സ്ഥാപിക്കും. ട്രാഫിക് ക്ലബ്ബുകൾ രൂപീകരിക്കും. സാമൂഹ്യ സേവന രംഗത്തും മറ്റും പൊതുജനങ്ങളുമായി സഹകരിക്കാൻ കുട്ടികൾക്ക് അവസരമൊരുക്കുകയാണ് സ്കൂൾ ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനോദ്ദേശം. ജനമൈത്രി പോലീസ് കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസർ ASI ശശിധരൻ, ഹെഡ്മിസ്ട്രസ് ലീലാമണി, PTA അംഗങ്ങളായ അനിൽകുമാർ, രജനി പ്രതാപ്, സന്ധ്യ തുളസീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇക്കഴിഞ്ഞ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ലൈവ് വാർത്ത പുനലൂർ.